Welcome back to our street, guys. Welcome back. Let's fucking go, bro. എന്റെ ദൈവമേ, എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു അറിയാമോ എന്റെ പൊന്നു. എനിക്ക് എന്റെ ഒന്ന് ആഘോഷിക്കാൻ പോലും പറ്റിയില്ല ലൈവ് വരികയാണെന്നുള്ള ഇതിൽ. റാംബോ ബ്രോ, താങ്ക് യു സോ മച്ച്. ലുക്ക് അറ്റ് ദ ചാറ്റ് ഗൈസ്. എന്റെ പൊന്നു, എന്റെ ആളിയ എന്തൊരു കളിയാടാ കണ്ടത്. എന്റെ ദൈവമേ ഞാനൊരു കാര്യം, ഞാൻ സത്യം പറയാലോ, ഞാൻ നമ്മുടെ ലൈവ് കാണുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ സഞ്ജു ചേട്ടനെ പറ്റി ഈ ഇടയ്ക്ക് പുള്ളി ഭയങ്കര ഡൗൺ ആയ സമയത്ത് ഞാനിങ്ങനെ ഇത് പറഞ്ഞായിരുന്നു. ഒരു പുള്ളിയെ പറ്റി ഒരു വീഡിയോയിൽ ഇങ്ങനെ നമ്മുടെ ലൈവിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അതിൻ്റെ ക്ലിപ്പ് കട്ട് ചെയ്ത് ഒരിടത്ത് കൊണ്ടിട്ടിട്ട് അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നിങ്ങളൊന്ന് കാണണമായിരുന്നു, എന്തോരം ഡാർക്കാണെന്ന്. അതുപോലെ നമ്മുടെ കേരളത്തിൽ കുറച്ച് ക്രിക്കറ്റ് മറ്റേ വീക്ഷിക്കുന്ന കുറേ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടേ. അവരൊക്കെ സഞ്ജുവിന് ഒരു 3-4 ഇന്നിങ്സ് ബാഡ് ഇന്നിങ്സ് വന്നപ്പോഴത്തേക്കിനും പുള്ളി റിട്ടയർ ആവേണ്ട സമയമായി, ഫോം ഇതായി, ഫീൽഡ് ഔട്ടായി, എന്തൊക്കെ പറഞ്ഞു പറ്റിക്കണല്ലേ. അങ്ങനെയാണ് എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടിരുന്ന അഭിഷേക് ശർമ്മയ്ക്ക് ഒരു 4 ദിവസം കളിക്കാൻ പറ്റാതായപ്പം എന്തുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. ഒരു മലയാളി ആയതുകൊണ്ട് എല്ലാവർക്കും പൊക്കിക്കൊണ്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു ഡൗൺ വീണ് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുമോ, പറഞ്ഞങ്ങ് താക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നെ, അവൻ്റെയൊക്കെ വായിൽ വെച്ചങ്ങ് കൊടുത്ത് ഗൈസ്. എൻ്റെ പൊന്നെ, എനിക്കൊരു പ്രത്യേക സന്തോഷം, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് സത്യമായിട്ട് ഇന്ന് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് ഹാപ്പിയാണ് ഞാൻ. എൻ്റെ പൊന്നോ, പീക്ക് ഗെയിം പ്ലേ ബ്രോ, പീക്ക്. ഒന്നും പറയാനില്ലല്ലേ, എന്ത് രസമല്ലേ കളി കാണാൻ. ഒരു മൊമെന്റ് വരെ ഞാൻ ശരിക്കും വിചാരിച്ചത് ഒന്നും വേണ്ട, സഞ്ജുവിന് ബാക്കായിട്ട് ആരെങ്കിലും ഒരാൾ നിന്ന് കൊടുത്താൽ മതിയെന്നാ. എടാ, എല്ലാം പോയിടത്തൊന്നും തിരിച്ചു പിടിച്ചു കൊടുത്തില്ലടാ. ഇന്ത്യ ഇന്ന് സെമി ഫൈനൽ കളിക്കാനൊരു കാരണം മലയാളി. ആൻഡ് ഇത്രയും ബാക്ക് ടൈമിൽ നിന്ന് പുള്ളി തിരിച്ചു വന്ന് കംബാക്ക് അടിച്ച ആ മൊമെന്റ് ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാ. ഏറ്റവും ടോപ്പ് സ്കോർ 2020 അടിക്കുന്ന, വേൾഡ് കപ്പിൽ അടിക്കുന്ന, ചേസിൽ അടിക്കുന്ന ബാറ്റ്സ്മാൻ ആയിട്ട് ഇനി തൊട്ട് വിരാട് കോഹ്ലിയുടെ പേരിൽ ഉണ്ടായിരുന്ന റെക്കോർഡ് ഇനി തൊട്ട് സഞ്ജു സാംസന്റെ പേരിൽ. ലെറ്റ്സ് ഫക്കിംഗ് ഗോ. എനിക്കെന്തോ ഞാൻ ചിലപ്പോൾ കുറച്ച് ഓവർ എക്സ്പ്രസീവ് ആയിരിക്കും, എന്നാലും അതിന്റെ സന്തോഷം, അതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല ഗൈസ്. ഒരു രക്ഷയില്ല, എന്തൊരു കളിയായിരുന്നല്ലേ എൻ്റെ പൊന്നളിയ. സന്തോഷം, എന്തോ ഭയങ്കര സന്തോഷം, പറയാതിരിക്കാൻ വയ്യ. ബെസ്റ്റ് ഡേ ആണല്ലോ, സത്യമല്ലേ. അയ്യോ, ലെറ്റ്സ് ഗോ 100 സത്യമാണ്. ഒരു 1-2 ബോൾഡ് കിട്ടിയായിരുന്നു. ആ 6 കണ്ടോ, ആ സെക്കൻഡ് ലാസ്റ്റ് 6. പുള്ളി എന്ത് കാമായിട്ടല്ലേ ബിഹേവ് ചെയ്യണേ, എൻ്റെ ദൈവമേ. ലെറ്റ്സ് ഗോ. എല്ലാവർക്കും സന്തോഷമാണെന്ന് എനിക്കറിയാം. എൻ്റെ അബ്സല്യൂട്ട് സിനിമ. പിന്നെ അല്ലാതെ അയ്യോ, ഇന്നെങ്ങാണം ഞാൻ ഈ കളി മിസ് ചെയ്ത് ലൈവ് ഇട്ടുകൊണ്ടിരുന്നത് ഞാൻ എന്നെ തന്നെ അടിച്ചു വന്നേനെ. എൻ്റെ അമ്മോ, എടാ എല്ലാവരും കളിച്ചടാ. അങ്ങനെ ഓരോരുത്തരെ പറയാതിരിക്കാനില്ല, എല്ലാവരും അവരവരുടെ കോൺട്രിബ്യൂഷൻസ്. ആരും മെയിൻ കാര്യം എന്താണെന്നറിയോ, ഒരാളും ബോൾ വേസ്റ്റ് ചെയ്യാതെ അങ്ങ് പോയി, മനസ്സിലായ? എല്ലാവരും ഒരു ബോൾ പോലും വേസ്റ്റ് ചെയ്യാതെ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തിട്ട് അവരങ്ങ് പോയി. അതുകൊണ്ട് വലുതായിട്ട് ബോൾ കളഞ്ഞില്ല, എല്ലാം കൊണ്ട് സെറ്റ്. വാട്ട് പ്രഷർ, വാട്ട് പ്രഷർ. കേരള സ്റ്റോറി. പിന്നെ ഇതൊക്കെയല്ലേ സാധനം. സന്തോഷം ഗൈസ്. എനിക്കത് പറയണമെന്ന് പോലും അറിഞ്ഞൂടാ. സന്തോഷം, എല്ലാം കൊണ്ട് സന്തോഷം. ഇന്ന് ഗബ്രിയൽ ബ്രോക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും, കാരണം ഇവരൊക്കെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യണതാ. ഞാൻ സഞ്ജു ചേട്ടൻ എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള, ഞാനിപ്പോൾ താമസിക്കുന്നത് തൊട്ടടുത്തുള്ള സമ സ്പോർട്സ് ഹബിലാണ് സഞ്ജു ചേട്ടൻ ഈ സീരീസിന് മുമ്പ് പ്രാക്ടീസ് ചെയ്തത്. അതുപോലെ നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ട് പാലസ് ഓവലിലാണ് ഇതായിരുന്നു. അപ്പം പുള്ളി എടുക്കുന്ന എഫേർട്ടൊക്കെ നേരിട്ട് കണ്ട ഒരാളെന്നുള്ള രീതിയിൽ എനിക്കത് ഭയങ്കര സന്തോഷമാണ്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ പക്ഷെ ഒരു കാര്യം പറയണം ഗൈസ്, ഇത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ടീമുണ്ടല്ലോ, അതിൽ ഇനി 9 പേരെ ഔട്ടാക്കിയാലും 10ഉം 11ഉം വരുന്നതും വരെ 6 6 ഒരു ഓവർ അടിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ടീമാണ്. അതിൽ ഇനി 9 പേരെ ഔട്ടാക്കിയാലും 10ഉം 11ഉം വരുന്നതും വരെ 6 6 ഒരു ഓവർ അടിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ടീമാണ്. പറയാതിരിക്കാൻ വയ്യ, എന്ത് കിടിലൻ ടീമായിരുന്നടാ വെസ്റ്റ് ഇൻഡീസ് ഈ വട്ടത്തെ അല്ലേ. ഈ വട്ടത്തെ എക്സെപ്ഷണൽ ടീംസ് എടുത്തു പറയേണ്ടത് വെസ്റ്റ് ഇൻഡീസും സിംബാബ്വേയാണ്. ഞാൻ ത്രൂ ഔട്ട് ടൂർണമെന്റ് കണ്ട രീതിയിൽ ഞാൻ പറയാണ്, വെസ്റ്റ് ഇൻഡീസും സിംബാബ്വെ ഈ 2 പേരും ഭയങ്കര കിടിലം ക്രിക്കറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ടീമാണ്. സൗത്ത് ആഫ്രിക്ക ഭയങ്കര ഓപ്പോടാ. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സിംബാബ്വെ ഭയങ്കര അണ്ടർ റേറ്റഡ് ടീമാണ്. അത് വെച്ച് നോക്കുക, സിംബാബ്വെ ഭയങ്കര അണ്ടർ റേറ്റഡ്, അതുപോലെ വെസ്റ്റ് ഇൻഡീസും. ആൻഡ് ഇത്രേ ഉള്ളൂ. അതിനി ഭയങ്കര ക്രിക്കറ്റ് തന്നെ പറഞ്ഞോണ്ടിരുന്ന നമ്മളിന്ന് പറഞ്ഞോണ്ടേ ഇരിക്കും. നമ്മളെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേസ്, സത്യം പറയാമല്ലോ.
സച്ച് എ ഗുഡ് ഇന്നിങ്സ്.